ഇന്നത്തെ വീഡിയോയിൽ കയ്യിൽ പൈസ യൂസ് ചെയ്യാതെ 3 നേരം ഭക്ഷണം കഴിക്കണം. 3 ഡിഫറെന്റ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് 3 നേരത്തെ ഭക്ഷണം എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. നമുക്ക് നോക്കി നോക്കാം എന്താ സംഭവിക്കാന്നുള്ളത്. 3 നേരവും ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അവർ സമ്മതിക്കോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അപ്പോൾ രാവിലെ ഞാൻ അതുപോലെ സർവൈവ് ചെയ്യണം, ഉച്ചക്കും അതുപോലെ സർവൈവ് ചെയ്യണം, നൈറ്റും സർവൈവ് ചെയ്യണം. അപ്പോൾ 3 നേരം ഭക്ഷണം പൈസ ചിലവാക്കി കഴിക്കാൻ പാടില്ല, പണി ചെയ്ത് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാം. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ കളമശ്ശേരിയുള്ള മലബാറിലായിട്ട് വന്നേ. ബ്രോ, ഞാനേ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തോട്ടെ. വർക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നാൽ എന്തെങ്കിലും ചെറിയൊരു വർക്ക് എന്തെങ്കിലും എനിക്ക് പൈസ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം തന്നാൽ മതി, പൈസ ഒന്നും വേണ്ട. അല്ല അങ്ങനെയല്ല, എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് കഴിക്കാം. അല്ല എന്തെങ്കിലും ചെറിയ വർക്ക് കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. ചായ അടിക്കാം. എനിക്ക് പണി കെട്ടിയിട്ടുണ്ട്, ചായ അടിക്കാനാണ് പറയണത്. മീഡിയം അതിർത്തി ചായയാണ് പറഞ്ഞിരിക്കണത്. കുറെ മുന്നേ ചെയ്തതിന്റെ ഒരു ഇതിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്ത് നൈസായിട്ടൊന്നും പാളി. പക്ഷെ ഞാൻ ചായ ഉണ്ടാക്കി, ചായ കൊണ്ടു കൊടുത്തു. കടുപ്പം കുറച്ച് കൂടി. പിന്നെ ഞാൻ കസ്റ്റമേഴ്സിന് ഫുഡൊക്കെ കൊണ്ടുപോയി സർവ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ നൈസായിട്ട് ചൈനീസ് ഫുഡ് കുക്ക് ചെയ്യാൻ ട്രൈ ചെയ്തു. സാധനം ഉണ്ടാക്കാനും പഠിച്ചു. ചില്ലി ചിക്കൻ ഉണ്ടാക്കണം. എന്താ പേര്? ഞാൻ ഇന്ന് വർക്കിന് കയറി ഇവിടെ. വർക്ക് അടുത്തായിട്ട് ക്ലീൻ ചെയ്യാനുള്ള വർക്കാണ് കിട്ടിയേക്കണേ. ടോപ്പ് ഫ്ലോർ ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും അടുത്ത പണി തന്നു, ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ. അങ്ങനെ ഗ്ലാസ് ഒക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തു. ഫ്ലോർ ക്ലീൻ ചെയ്തു, മിറർ ക്ലീൻ ചെയ്തു, സർവ് ചെയ്തു, ചെറിയ രീതിയിൽ കുക്കൊക്കെ ചെയ്തു. അതിനുശേഷം ടേബിൾ ക്ലീൻ ചെയ്തു കേട്ടോ. ഫൈനലി ഞാൻ കുറച്ചധികം വർക്കുകൾ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ നിന്നൊരു ബൈറ്റ് എടുത്തു. പണി ചെയ്ത് ഫുഡ് കഴിക്കാം. നല്ല ഗ്രീൻ പീസ് കറി. ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട് ഈ ഏരിയയിലുള്ളവരോടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത് കളമശ്ശേരിയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്, മലബാർ റെസ്റ്റോറൻറ്റ് കളമശ്ശേരി. വിശപ്പുള്ളതുകൊണ്ടാന്ന് അറിയില്ല, പെട്ടെന്ന് തന്നെ ഫുഡ് അടിച്ച് തീർത്തു. സോ ഗൈസ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും നല്ല ഫുഡാണ്. ഇനി ലഞ്ച് ഞാൻ ഇതേപോലെ തന്നെ കഴിക്കണം, ഒരു ഹോട്ടൽ കണ്ടെത്തണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ബൈ മാർ. എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ പറഞ്ഞന്ന് മര്യാദക്ക്. ബൈ. സെറ്റ് ഗൈസ്, ഉച്ചയായി. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഞാനിതാ നല്ലൊരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഫുഡ് സ്റ്റോറി ആയിട്ടുള്ള ഒരു കട ഉണ്ട്. അത് കുറച്ചായിട്ടുള്ള ഓപ്പൺ ചെയ്തിട്ട് അവിടെ പോയി നോക്കാം. സമ്മതിക്കില്ലെന്ന് അറിയില്ല. എല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള ആര്യാസിന്റെ വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് ഫുഡ് സ്റ്റോറീസ് എന്നുള്ള കട ഉണ്ട്. എന്താ ഒന്നൊരു ഐഡിയ ഇല്ല, ഒന്നും നോക്കിയില്ല, ഞാൻ കയറി ചെന്നു. എന്തെങ്കിലും ഒരു വർക്ക് തരും. ഇത് ഉച്ചക്കുള്ള ഫുഡ് മാത്രം തന്നാൽ മതി. ഞാൻ എന്തെങ്കിലും ചെറിയ വർക്ക് എന്തെങ്കിലും ചെയ്യാം. അല്ല എന്തെങ്കിലും വർക്ക്. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ഞാൻ പിന്നീട് സംസാരിച്ച് കൺവിൻസ് ചെയ്തു. ഗൈസ്, ഫുഡ് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിച്ചോളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കഴിക്കാം. നോക്കാം ഗൈസ്, ഫുഡിൻ്റെ അഭിപ്രായം പറയാം. ഫുഡ് വെയിറ്റ് ചെയ്യാണ്. താങ്ക് യു. ഗീ റൈസ് ആണ് ഗൈസ്. ബീഫ് കറിയും ഗീ റൈസ് ആയിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചു നോക്കി, അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു തീർത്തു. കുറെ കോംബോകളുണ്ട്. 150 റുപ്പീസിന് നെയ്ച്ചോർ കോംബോ, അതുപോലെ മന്തി റൈസ്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. അൺലിമിറ്റഡ് ലൈം, അൺലിമിറ്റഡ് റൈസ്. ഈ ലൈം എത്ര വേണേലും, റൈസും എത്ര വേണേലും കിട്ടും. ബീഫ് കറി കോംബോ ഉണ്ട്, ചിക്കൻ കോംബോ ഉണ്ട്, പിന്നെ മന്തി റൈസും ചിക്കൻ കോംബോ ഉണ്ട്. കൊള്ളാം. ഇറ്റ്സ് ടൈം ടു ആക്ഷൻ. എന്ത് വർക്ക് തരാന്ന് എനിക്കറിയില്ല, നോക്കി നോക്കട്ടെ. ആദ്യം തന്നെ ഞാൻ കഴിച്ച ടേബിൾ ക്ലീൻ ചെയ്തു. അതിനുശേഷം വേറെയും ടേബിൾസ് ഞാൻ ക്ലീൻ ചെയ്തു. പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി. ഹായ്, ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ ഇന്ന് വേണം വർക്കിന് ജോയിൻ ചെയ്തു. മലയാളം हिंदी आज मैं work joining new joining what's your name? My name is Alex Chetri. My name is MD Yusuf. Which one are you specialist? Chinese specialist? Pandari. Which one? Biryani specialist. എനിക്ക് തന്നിട്ടുള്ള വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലേറ്റ് ക്ലീൻ ചെയ്യാനാണ് ഗൈസ്. പ്ലേറ്റ് ക്ലീൻ ചെയ്യാൻ. അപ്പൊ ഞാൻ ക്ലീൻ ചെയ്യട്ടെ.
ഫുഡ് തരാൻ വർക്കൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞാണ്. ആക്ച്വലി നമ്മളെ ചലഞ്ച് വർക്ക് ചെയ്തിട്ടേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യും ഗൈസ്. എന്ത് പണിയും സന്തോഷത്തോടു കൂടി കോൺഫിഡൻസോടു കൂടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മാന്യമായിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്ത് സർവൈവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഏത് പണിക്കും ഒരു മടിയും കാണിക്കാതെ ചെയ്യാന്നുള്ളതിലാണ് കാര്യം. വീട്ടില് ഒന്ന് ജസ്റ്റ് അടിച്ചു വാര പോലും ചെയ്യാത്ത, സ്വന്തം കഴിച്ച പ്ലേറ്റ് കഴുകിയൊക്കെ പോലും ചെയ്യാത്ത കുറെ ചെക്കന്മാരുണ്ട്. വീട്ടിൽ നിന്ന് അത് ശീലിപ്പിക്കാത്തതുകൊണ്ടാണ് അതിന്റെ എഫക്റ്റ് ഉണ്ടാവുക. അവര് വന്ന് കയറാൻ പോകുന്നത് അവരുടെ വൈഫ്. നമ്മള് കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ പാടില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ശീലിക്കണം. നമുക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്കും നല്ലതായിരിക്കും. നമ്മൾ ഒരാൾക്കും ബുദ്ധിമുട്ടാവാൻ പാടില്ല. പാത്രങ്ങളൊക്കെ കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട്. ചിക്കൻ മുറിക്കാൻ ഹെൽപ്പ് വേണം. അല്പം ഉച്ചക്കത്തെ ഫുഡ് അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് രാത്രി നോക്കാം. രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ഞാനിതാ ഈ കടയിലേക്കാണ് വന്നിരിക്കുന്നത്. മഴ പെയ്യുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ വർക്ക് പറ്റിയാണ്ട് രാത്രിക്കത്തെ ഫുഡ് തന്നാണ്. ഷോപ്പ് ക്ലോസിംഗ് ടൈമിലാണ് ഞാൻ ചെന്ന് കയറിയത്. അവരാദ്യം ഓക്കെ ആയിരുന്നില്ല, പിന്നെ സംസാരിച്ചിട്ട് കൺവിൻസ് ചെയ്തു. ഗൈസ്, ഞാൻ ഇപ്പോൾ ടോയ്ലറ്റിലാണ്. അപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. ടേബിൾ ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ അധികം കസ്റ്റമേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. 1-2 പേരുണ്ടാകുന്നുള്ളൂ. കഴിച്ചു കഴിഞ്ഞവരൊക്കെ പോകുന്ന ടൈമാണ്. സോ ഗൈസ്, ക്ലീനിങ് സർവീസ് ഇതാ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 ടേബിൾസ് ഒക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം നേരെ കിച്ചണിലേക്ക് വിട്ടു. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ച് ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് പ്ലേറ്റ് കഴുകാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഗൈസ്, നമ്മളിതാ പ്ലേറ്റ് വാഷ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ കട ക്ലോസിംഗ് ടൈമിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ സമയം പറഞ്ഞുതരാം. 12:19 സമയം. ഞാൻ ലേറ്റ് ആയി, ഫുഡ് കഴിക്കാൻ വരാൻ വേണ്ടി ലേറ്റ് ആയി. അതാണ് ഇത്രയും ലേറ്റ് ആയത്. ഇവിടെ ഒരുപാട് ഭായിമാരുണ്ട്. ഭായ് മേരനാ നാം ക്യാ ഹൈ? മുന്നാ നാം ക്യാ ഹൈ? സാഹിൽ. ഭായ് രാജ. ഒരുപാട് പേരെ പരിചയപ്പെട്ടു. വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. ഇതൊക്കെ നമ്മളിവിടെ നിന്ന് പരിചയപ്പെട്ട സ്റ്റാഫ്സ് ആണ്. നാം ക്യാ ഹൈ? കെവി. കെവി ഫുഡ് കഴിക്കല്ലേ? കെവി ഷവായ മന്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫുഡായിട്ട്. എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 6 years ആയിട്ടാ കെവി ഇവിടെ വർക്ക് ചെയ്യുന്നു. ഞാൻ ഒരു ദിവസമായിട്ടുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ഇടയ്ക്ക് ഫുഡ് കഴിക്കാറുണ്ട്. അടിപൊളി ഫുഡാണ്. മന്തി, ഷവായ, ഇവിടുത്തെ അൽഫാമൊക്കെ അടിപൊളിയാണോ? അങ്ങനെ കെവിനായിട്ട് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, മലയാളം മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഇംഗ്ലീഷ്. യുവർ പ്ലേസ്? നാഗാലാൻഡ്. കെവി നാഗാലാൻഡ്. ആർ യു മാരീഡ്? ഐ ആം നോട്ട് മാരീഡ്. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. ആൾ മാരീഡ് അല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കല്യാണം കഴിക്കാൻ താല്പര്യം പറഞ്ഞോളൂ. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ മലയാളം ബോയ്സ്? മലയാളി ബോയ്സ് ഇൻട്രസ്റ്റഡ്? ആള് ഇൻട്രസ്റ്റഡ് ആണ്. മലയാളി ബോയ്സ് എന്നെ കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റഡ് ആണ്. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. നമുക്ക് നല്ല ആലോചന വന്നാൽ ആലോചിക്കാം അല്ലേ? ഓക്കെ. ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുള്ളവരൊക്കെ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഗൈസ്, ആക്ച്വലി കെവി ഇവിടെ കേരളത്തിൽ വന്നിട്ട് 6 years ആയി എന്നാണ് പറഞ്ഞത്. ശരിക്കും ഇവിടെ 1 year 11 months. ഈ ഷോപ്പില് 11 months. കേരളത്തിൽ 6 years. എങ്ങനെയുണ്ട് ഇവിടുത്തെ വർക്ക്? എങ്ങനെയുണ്ട് വർക്ക്? അച്ഛാ, അപ്പോ ഇന്നു മുതൽ ഐ ആം ഓൾസോ ഹെയർ സ്റ്റാഫ്. ടുഡേ ടു എവറി ഡേ. ആർ യു ഓക്കെ? എനി പ്രോബ്ലം? വാട്ട് യു ഡൂയിങ് ഹിയർ? വിച്ച് ജോബ്? I'm working here, captain. Here she is captain. I am trainer. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി എനിക്ക് ഇവിടെ വർക്ക് ചെയ്തിട്ട്. വേണ്ടില്ല. കെവി, ഇർഷാദ്, ഷർഫു, മുഹമ്മദ് ജമാൽ. ഇങ്ങനെ വർക്കിന് പോകുമ്പോ ഇങ്ങനത്തെ കുറെ ഫ്രണ്ട്സിന് കിട്ടുന്നതാണ് നമ്മളെ സന്തോഷം. എന്താ പറയാ എന്നെ പറ്റിട്ട്? What about me? I'm good. Yes, you are. I'm handsome. Yes. I'm handsome. I'm good. You subscribe my channel, okay? My
ചാനലിന്റെ പേര് ഫൈസ് ഡ്രൈവ്. അപ്പൊ പോട്ടെ, ബൈ ബൈ ഗൈസ്. കുറെ നേരം വരെയായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പൊ പോകുമ്പം ഒരു വിഷമം പോലെ തോന്നുക. അവരൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ എനിവേ ഇങ്ങനെ ഒരു ചലഞ്ചാന്ന് അവർക്ക് അറിയണ്ടായിരുന്നില്ല. ലാസ്റ്റ് ടൈം ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിലൊരു സ്റ്റാഫ്, റിസപ്ഷനിലുള്ള ഒരു സ്റ്റാഫിന് എന്നെ മനസ്സിലായി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ 3 നേരം വർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ട് കാണാം. ബൈ, പീസ്.